ലോകത്തിന്റെ ഹൃദയത്തിൽ ദക്ഷിണ അമേരിക്കൻ ഭൂഖണ്ഡത്തിന്റെ നടുവിൽ വിസ്മയകരമായി വ്യാപിച്ചുകിടക്കുന്നതാണ് ആമസോൺ മഴക്കാട്. ഏകദേശം 55 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ പരന്നുകിടക്കുന്ന ഈ കാടിനെ ഭൂമിയുടെ ശ്വാസകോശം എന്നാണ് ലോകം വിളിക്കുന്നത്. കാരണം ഭൂമിയിലെ ഓക്സിജന്റെ ഏകദേശം 20% ഇവിടെ നിന്നാണ് ലഭിക്കുന്നത്. ആമസോൺ 9 രാജ്യങ്ങളിലായി വ്യാപിച്ചിരിക്കുന്നു: ബ്രസീൽ, പെറു, കൊളംബിയ, വെനസ്വേല, ഇക്വഡോർ, ബൊളീവിയ, ഗയാന, സുരിനാം, ഫ്രഞ്ച് ഗയാന എന്നിവ. അതിൽ ഏറ്റവും വലിയ ഭാഗം ബ്രസീലിലാണ്. ഇവിടെ 390 ബില്യൺ മരങ്ങളും 40,000-ത്തിലധികം സസ്യവർഗങ്ങളും ഉള്ളതായി ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ നദികളിലൊന്നായ ആമസോൺ നദിയും അതിന്റെ ആയിരക്കണക്കിന് അനുബന്ധ നദികളും ഈ വനത്തിനുള്ളിൽ ജീവന്റെ ഉറവിടമായി ഒഴുകുന്നു. വനത്തിലെ ജീവജാലങ്ങൾ. ആമസോണിന്റെ ഹൃദയം കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് ജഗ്വാർ ആണ്. കാട്ടിന്റെ രാജാവെന്ന് വിളിക്കപ്പെടുന്ന ഈ കരിങ്കളർപ്പുള്ള വലിയ പുലി, രാത്രിയുടെ ഇരുട്ടിൽ വേട്ടയാടുന്നവൻ. അനാക്കൊണ്ട, ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പ്, വെള്ളത്തിൽ പതുങ്ങി ഇരതേടുന്നു. പിരാന മത്സ്യങ്ങൾ അതിന്റെ ക്രൂരതയ്ക്കും രക്താസക്തിക്കുമാണ് പ്രശസ്തം. മക്കാവുകൾ, ടൂക്കാൻസ്, കൊളിബ്രി പോലുള്ള നിറവായ പക്ഷികൾ, കുരങ്ങുകൾ, സ്ലോത്ത്, ആമകൾ, വിഷപ്പാമ്പുകൾ, ചിത്രശലഭങ്ങൾ, ഇങ്ങനെ അനന്തമായ ജീവജാലങ്ങൾ ആമസോണിന്റെ ഓരോ കോണിലും നിറഞ്ഞിരിക്കുന്നു. ഗോത്രവർഗങ്ങളുടെ ലോകം. നമ്മൾ കാണാതെ അറിയാതെ ജീവിക്കുന്ന മൂലവർഗ ഗോത്രങ്ങൾ ഇന്നും ഇവിടെയുണ്ട്. ലോകത്തോട് ബന്ധമില്ലാതെ, ആധുനിക സാങ്കേതിക വിദ്യകളില്ലാതെ അവർ പ്രകൃതിയോടൊപ്പം ഒന്നായി തന്നെയാണ് ജീവിക്കുന്നത്. യനോമാമി, കായാബോ, ടിക്കുനു തുടങ്ങിയ ഗോത്രവർഗങ്ങൾ തലമുറകളായി കാടിന്റെ ജ്ഞാനം കൈമാറിക്കൊണ്ടിരിക്കുന്നു. അവരുടെ ഭാഷ, സംസ്കാരം, ജീവിതരീതികൾ എല്ലാം തന്നെ നമ്മൾക്കൊരു വിസ്മയമാണ്. വെല്ലുവിളികളും അപകടങ്ങളും. പക്ഷേ ഈ അത്ഭുതലോകം ഇന്ന് വലിയ അപകടത്തിലേക്ക് നീങ്ങുകയാണ്. വനനശീകരണം, കൃഷിക്കായി മരങ്ങൾ വെട്ടി നീക്കൽ, ഖനനം, തീപിടിത്തങ്ങൾ ഇവയെല്ലാം ആമസോണിന്റെ ഭാവിയെ ഭീഷണിയിലാക്കുന്നു. പ്രതിവർഷം ലക്ഷക്കണക്കിന് ഏക്കർ വനമാണ് ഇല്ലാതാകുന്നത്. മരങ്ങൾ വെട്ടിമാറ്റുമ്പോൾ അവയിൽ സംഭരിച്ചിരുന്ന കാർബൺ വായുവിലേക്ക് വിടപ്പെടുന്നു. ഇതുവഴി ഗ്ലോബൽ വാർമിംഗ് വേഗത്തിലാകുന്നു. ആമസോൺ ഇല്ലാതാകുന്നത് വെറും വനനാശം മാത്രമല്ല, ഭൂമിയുടെ ജീവൻ തന്നെ അപകടത്തിലാകുന്നതും ആണ്. നമ്മളുടെ കടം. പ്രകൃതിയുടെ മഹത്തായ സമ്മാനമാണ് ആമസോൺ. അത് നമ്മൾക്ക് നൽകുന്നത് ശുദ്ധവായുവും മഴയും മാത്രമല്ല, മരുന്നുകൾക്കായുള്ള ആയിരക്കണക്കിന് സസ്യങ്ങളുമാണ്. അതുകൊണ്ട് ലോകത്തിലെ എല്ലാവരും ചേർന്ന് ഈ വനത്തെ സംരക്ഷിക്കണം. പ്രകൃതി ഇല്ലെങ്കിൽ മനുഷ്യനും ഇല്ല. ഈ സത്യത്തെ നമ്മൾ മറക്കരുത്. സമാപ്തി. ആമസോൺ മഴക്കാട് വെറും ഒരു കാട് മാത്രമല്ല, അത് ഭൂമിയുടെ ഹൃദയസ്പന്ദനമാണ്. അത് നിലനിൽക്കുമ്പോൾ ഭൂമിയും മനുഷ്യജീവനും നിലനിൽക്കും.